ഹലോ, ഈ പടത്തിൽ എന്താ പറയുക, വളരെയധികം നമ്മളെ ഫുള്ളി എൻഗേജ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ജിത്തു മാധവൻ്റെ രണ്ടാമത്തെ പടമാണ്. ആദ്യത്തെ പടം രോമാഞ്ചായിരുന്നു. അതൊരു മുഴുനീള കോമഡി അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു സിനിമയായിരുന്നു. പക്ഷേ ഈ പടം എന്താ പറയുക, ഇങ്ങനെ മേക്കിംഗ് എന്ന് പറയണമെങ്കിൽ ഒരു രക്ഷയില്ല, ഒരു വല്ലാത്തൊരു മേക്കിംഗ് തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പടത്തെന്ന് പറയണമെങ്കിൽ ഒരു സൈഡിൽ ജിത്തു മാധവൻ്റെ ആ മേക്കിംഗ് മികവും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുഷിൻ ശ്യാമാണ്. ആളുടെ ഈ എഫേർട്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഇതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതായത് രോമാഞ്ചം ഒരു മുഴുനീളം ഒരു കോമഡി പടമായിരുന്നെങ്കിൽ ഇത് കോമഡിയും അതേപോലെ ഒരു ഫൈറ്റും, അതായത് രണ്ട് കോളേജിലെ രണ്ട് ടീമുകൾ തമ്മിലുണ്ടാകുന്ന ഫൈറ്റുകളും കാര്യങ്ങളും അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ്. അതിൽ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്, അതായത് നമ്മുടെ ഈ ഷമ്മി നമുക്കറിയാം, അങ്ങനെ തരത്തിലൊരു സൈക്കോ രീതിയിലൊരു കഥാപാത്രം തന്നെയാണ് ഇതിലും. അത് നമുക്ക് ട്രെയിലറിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ എക്സ്ട്രീം, അതിനൊരു ബെഞ്ച് മാർക്ക് വെച്ച് അതിനങ്ങോട്ട് മാറ്റിയിട്ട് മുഴുനീളം ഫഹദ് ഫാസിൽ ഷോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. അതേപോലെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ഫീൽ. അതേപോലെ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട 3-5 പേരുകളുണ്ട്. ഒന്ന് നമ്മുടെ സമീർ താഹിർ, വിവേക് ഹർഷൻ, അതോടൊപ്പം സുശീൽ ശ്യാം, ജിത്തു മാധവൻ. ഇവരെ ഒരു കോംബോ എന്ന് പറയുന്ന ഒരു അന്യായ കോംബോയായിരുന്നു. അതായത് നമുക്ക് തിയേറ്ററിൽ അങ്ങോട്ട് ഇരുന്നിട്ട് നമുക്ക് ചില പടങ്ങൾ നോക്കാൻ ഫുള്ളി എൻഗേജ് ആയിട്ട് തോന്നും. അതേപോലെ കോമഡി ഉണ്ട്, അതേപോലെ ഫൈറ്റ് ഉണ്ട്, അതിന് കുറേ ഇമോഷണൽ സീനുകളും ഒക്കെ പാടി ഒരു ഫുള്ളി പാക്ഡ് ഒരു വേറെ ലെവൽ പടം. അതായത് നമുക്ക് ഈ 2024 മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം തന്നെ പറയേണ്ടി വരും. ആദ്യം ഇറങ്ങിയ നമ്മുടെ ഓസ്ലർ മുതൽ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ആടുജീവിതം ചരിത്ര സിനിമ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കും. അതിന് ശേഷം ഇറങ്ങിയ ഈ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് വരുന്നു പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല. അത് കണ്ടിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും രക്ഷയില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയാണ് നമ്മുടെ മലയാള സിനിമയുടെ പോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവലിലാണ്. അതായത് ഫുള്ളി എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ നമുക്ക് എടുത്തു പറയുന്നത് ഹിപ്സ്റ്റർ മിഥുൻ, ജയശങ്കറും പിന്നെ റോഷനും. ഇവർ 3 പേരും അതിൻ്റെ കൂടെ നമ്മുടെ ഫഹദ് ഫാസിലും, ഒരു 3 പേരും കൂടിയിട്ടുള്ളൊരു കോംബോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞെങ്കിൽ വേറെ ലെവൽ. അതായത് നമ്മൾ ഈ നാട്ടിൽ സിനിമ കാണുന്ന പോലെ നമ്മൾ ഗൾഫിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ ഇവിടെ സിനിമയ്ക്ക് പോകാനുള്ള സാഹചര്യം കുറച്ച് ഡിഫറെൻ്റാണ്. അത് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ ഇത്രയധികം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ ആ സിനിമ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടെങ്കിലും ആ പ്രതീക്ഷകൾ ഒരുപക്ഷെ പാളിയാലോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിയ നിമിഷം ആ ആശങ്കയ്ക്ക് ഒന്നും ഒരു ഇതില്ലാതെ ആശങ്കയൊക്കെ മാറ്റിക്കൊണ്ട് വളരെ എന്താ പറയുക മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു മുഴുനീള സിനിമയായിട്ട് എനിക്ക് ഈ സിനിമ കാണാൻ പറ്റി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിൽ കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടി ഉണ്ട്. അത് അന്യായ പെർഫോമൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ആളുടെ കഥാപാത്രം ആരാ ചെയ്തിരുന്നത് എനിക്കറിയില്ല. പക്ഷെ അതിലെ കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ നന്നായി തന്നെ ഈ ഫഹദിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പെർഫോമൻസാണ് നമുക്ക് ഇതിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അതാൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ജിത്തുവിൻ്റെ അമ്മയ്ക്കും ആ ഒരു വേറെ ലെവലിലാണ് ഈ പടത്തിനെ കൊണ്ടുപോയിരുന്നത്. പിന്നെ ഫഹദ് ഫാസിലിൻ്റെ ഒരു വൺ മാൻ ഷോ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ പടത്തിൽ ഈ പറയുന്ന ക്യാരക്ടർ, ഈ പറയുന്ന ഫാക്ടേഴ്സാണ് ഈ സിനിമയെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അടുത്ത മാസത്തെ ഒരേ മാസവും ഇറങ്ങണ എല്ലാ പടവും ഒരു ഹിറ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തെ ഹിറ്റ് എന്തായാലും വിഷു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷു സീസൺ ഈ പറയുന്ന ആവേശം മറ്റു സിനിമയ്ക്കും നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തായാലും മസ്റ്റ് വാച്ചബിൾ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരിക്കലും നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ OTTയിലോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ കിട്ടില്ല. കാരണം രോമാഞ്ചമൊക്കെ നമ്മൾ OTT വന്ന് കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ കണ്ടിരുന്ന ഒരു ഹൈ അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയിരുന്നില്ല. ആ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ
1K എത്തി എന്നുള്ളൊരു സന്തോഷം കൂടി എനിക്ക് ഈ വീഡിയോയ്ക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഓക്കെ, ബൈ.